എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നവീൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ രീതിയിൽ ഒരു തീരുമാനം എടുക്കും എന്ന് നന്ദു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ടെൻഷൻ എനിക്ക് നന്ദുവിൻ്റെ മുഖത്ത് കാണാനുണ്ട്. എങ്കിലും നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറയണം. ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറയരുത്, കാരണം ഞാൻ അത്രത്തോളം നന്ദുവിനെ സ്നേഹിച്ചു പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ ആവുക നന്ദുവിന്. അന്നേരം അതിൻ്റെ കൂടെ നവീൻ പറയുവാണ്, ഞാൻ ഈ ഒരു കാര്യം വേറൊരാളോടുകൂടെ പറഞ്ഞായിരുന്നു, അനിയോട്. പക്ഷേ എന്തുകൊണ്ടോ അവൻ അത് നന്ദുവിനോട് പറഞ്ഞില്ല. ഏതായാലും ഇനിയിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് നന്ദുവിനെ കാര്യങ്ങൾ അറിയിച്ചത്. ഇനി ഏതായാലും നന്ദു ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നവീൻ പോകുമ്പം ആകെ വിഷമിച്ചിരിക്കും കേട്ടോ നന്ദു. പിന്നെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ എന്നത്തെയും പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നവീൻ വരുന്നത്. നവീനെ കണ്ടു കഴിഞ്ഞാൽ കനകയുടെ സ്വഭാവം നമുക്കറിയാലോ. അയ്യോ നവീൻ മോനെ നവീൻ മോനെ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലും. കയറി വരുന്നത്, ആ മോനോ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ നവീൻ വന്ന് ഇരിക്കുന്നത് ഗോവിന്ദൻ പറയുവാണ്, എന്ത് ചെയ്യാനാ, അവൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അവൾക്ക് ആ നിശ്ചയം കഴിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അവളത് അന്നേരം തന്നെ മൂർത്തി സാറിനെ വിളിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയും. നവീൻ പറയുവാണ്, അങ്കിളെ അങ്ങനെ സംസാരിക്കരുത്. ആ ഒരു വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് ഒരു വക്കീലായ എനിക്കറിയാം. ഒരു കാരണവശാലും വിവാഹമോചനം നേടാതെ ഒരു എൻഗേജ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. അങ്ങനെ സാധിച്ചായിരുന്നെങ്കിൽ അനിയെ അത് ബാധിച്ചേനെ എന്ന് പറയുവാണ് നവീൻ ഇവിടെ വന്ന്. പക്ഷേ നന്ദുവിനോട് എന്താ പറഞ്ഞത്? നന്ദുവിന് ഇത്തിരി ധൃതി കൂടിപ്പോയി, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നല്ലേ അവിടെ നന്ദുവിനോട് നവീൻ പറഞ്ഞത്. എന്തായാലും ഇത്രയും കേട്ട് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും ആ കല്യാണ നിശ്ചയം മുടങ്ങിപ്പോയത് ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുവാണ് കനക ഇതിനിടയ്ക്ക്. അന്നേരം നവീൻ പറയും, വേണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയാനാണ് എന്ന് പറയുമ്പം, എന്നാ മോനെ എന്ന് ചോദിക്കും കനക. അന്നേരം നവീൻ പറയുവാണ്, ഞാനൊരു വിവാഹാലോചനയുമായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ, ആഹാ, അപ്പം കല്യാണത്തിനൊക്കെ അമ്മ സമ്മതിച്ചോ, മോൻ്റെ മനസ്സിലുള്ള ആളെ അമ്മ അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം നവീൻ പറയുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങ് അംഗീകരിച്ചു എന്ന് പറയാറായിട്ടില്ല, എങ്കിലും മുത്തശ്ശനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. അച്ഛൻ ഈ ചിങ്ങത്തിന് ഗൾഫിൽ നിന്ന് വരും. അന്നേരം അച്ഛൻ പോകുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നും ആ പെൺകുട്ടിക്ക് അല്പം തൻ്റെ ഉള്ളതുകൊണ്ട് അമ്മ അത് സമ്മതിക്കത്തില്ലെന്നും ഒക്കെയല്ലേ മോൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നോ എന്ന് ചോദിക്കുമ്പം നവീൻ പറയുവാണ്, ഇനിയിപ്പം അമ്മയുടെ എതിർപ്പൊന്നും വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലായിരിക്കും, എങ്ങനെയെങ്കിലും അമ്മയെ സമ്മതിപ്പിച്ച് ഈ വിവാഹം അങ്ങ് നടത്തണം. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അതുകൂടി അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഇറങ്ങിയത് എന്ന് പറയുമ്പോഴേക്കും കനക ചോദിക്കും, എവിടെയുള്ള പെൺകുട്ടിയാണ് എന്ന്. അന്നേരം നവീൻ പറയുവാണ്, പെൺകുട്ടി ഈ വീട്ടിലുള്ളതാണ്, ആ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അന്നേരം നവീൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടെന്നും ഇത്തിരി തൻ്റെടിയായ പെൺകുട്ടിയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നില്ലേ, ആ പെൺകുട്ടി വേറെ ആരുമല്ല നന്ദുവാണ് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് കനകയ്ക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ നവീൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആദ്യമേ നന്ദുവിനെ കണ്ടായിരുന്നു, അവളോട് ഈ കാര്യം പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുമ്പം കനക ചോദിക്കും, അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്താ മറുപടി തന്നത് എന്ന്. അന്നേരം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പറയുമെന്ന് കരുതാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഷോക്ക് ഏറ്റതുപോലെയായിരുന്നു നന്ദുവിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് കനകയോടും ഗോവിന്ദനോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുക, ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് മോൻ്റെ കുടുംബവുമായിട്ട് ബന്ധം കൂടാനുള്ള അർഹതയുണ്ട് എന്നൊരു സംശയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് ഗോവിന്ദൻ പറയുമ്പം നവീൻ പറയുവാണ്, ഈ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ പെൺകുട്ടികളുമുണ്ട്, എന്നിട്ടും അവരെല്ലാം ഒഴിവാക്കി ഞാൻ നന്ദുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ കരുതണമെന്ന്. ഈ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് മനസ്സിലാവും ഇവർക്ക് വലിയ അന്തസ്സുണ്ടായിട്ടൊന്നുമല്ല, നന്ദുവിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാവും വിവാഹം കഴിക്കുന്നതെന്ന്. പിന്നെ കനക ഇങ്ങനെയുള്ള കാര്യമൊന്നും ചിന്തിക്കത്തില്ല നവീൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മോനെ എന്ന് പറഞ്ഞ് ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നിട്ട് അവരോടായിട്ട് നവീൻ പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവളുടെ അഭിപ്രായം എനിക്കറിയില്ല, അവൾ വന്നു കഴിയുമ്പോൾ അവളോട് ഇതിനെപ്പറ്റി നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് സംസാരിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നു. അന്നേരം ആയിക്കോട്ടെ എന്ന് കനകയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ കനക പറയുവാണ്, ഇന്ന് അനന്തപുരിയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾ അവളെ കുറച്ച് ഉപദേശിച്ചു, അത് അവൾക്ക് ഇഷ്ടപ്പെടാതെ ഇവിടുന്ന് പിണങ്ങിയാണ് പോയത് എന്ന്. അന്നേരം നവീൻ പറയുന്നുണ്ട്, അത് സാരമില്ല, ഞാൻ അവളെ പോയി കണ്ട് അവളെ പിണക്കം മാറ്റിക്കോളാം, ഏതായാലും അവൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവളോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ്. അന്നേരം കനക, അയ്യോ മോൻ ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ
എടുക്കാം എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അമ്മേ ഈ ബന്ധം നടക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാലോ, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാലോ, അതുകൊണ്ട് അങ്ങനെ ഒന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണേ. ഏതായാലും നവീൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദനും കനകയ്ക്കും ഭയങ്കര സന്തോഷം. അയ്യോ, ഇതുപോലൊരു ആലോചന വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയതല്ല. ഏതായാലും ഇത് എൻ്റെ മോളുടെ ഭാഗ്യമാണ്, ഇതെങ്ങനെയെങ്കിലും നമുക്ക് നടത്തിയെടുക്കണം ഗോവിന്ദേട്ട എന്ന് കനക പറയുന്നു. എന്നിട്ട് കനക പറയുക, ഏതായാലും ഗോവിന്ദേട്ടൻ അവളെ ഒന്ന് വിളിക്കുക, ഇനിയിപ്പോൾ അവളെ വഴക്ക് പറഞ്ഞതിന് ക്ഷമ പറഞ്ഞിട്ടായാലും വേണ്ടില്ല, അവളെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുക എന്ന് പറയും. ഗോവിന്ദൻ വിളിക്കുമ്പം കനക നമ്മുടെ നന്ദു ഫോൺ എടുക്കില്ല കേട്ടോ. രക്ഷോ അവൾ ഭയങ്കര വിഷമിച്ച് ഇവിടുന്ന് പോയത്, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്നൊക്കെ കനക പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം ആദ്യമേ കാണുന്നത് ജലജയാണ്. അന്നേരം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം ആദർശിൻ്റെ മനസ്സിലുണ്ട്. അന്നേരം ജലജ സംസാരിക്കാനായിട്ട് ചെല്ലും. അന്നേരം ജലജ പറയുവാണ്, ഏതായാലും മോൻ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങളൊക്കെ എത്തിച്ചല്ലോ, നിൻ്റെ വീഴ്ചകളെല്ലാം തിരുത്തി നീ ഇങ്ങോട്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയല്ലോ, അതിൻ്റെ സന്തോഷം ഏതായാലും മുത്തശ്ശനുണ്ട്. ഏതായാലും മോന് ഒരു കൺഗ്രാജുലേഷൻസ് ഞാൻ പറയുവാണ് എന്നൊക്കെ പറയുമ്പം അതിന് അപ്പച്ചിയുടെ അഭിനന്ദനം ആർക്ക് വേണം, അപ്പച്ചിയെ പോലെ ഒരാളുടെ അഭിനന്ദനം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, അതെന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുവാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അപ്പച്ചിയാണ് എന്ന് എനിക്കറിയാം. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും അബിയെ പുറത്താക്കിയപ്പം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിച്ചതും ഞങ്ങളെ തകർക്കാൻ നോക്കിയതും അപ്പച്ചിയാണ്. അതിനുശേഷം അവൻ എൻ ജ്വല്ലറിയുടെ മാനേജരായി. ഒരു തവണ എൻ ജ്വല്ലറി ഞങ്ങളെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ് അപ്പച്ചി. അതൊന്നും അപ്പച്ചി മറന്നു പോകരുത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മോനെ, അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഇന്ന് ഞാൻ മറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ നാഗേന്ദ്രൻ്റെ ജ്വല്ലറിയായ എൻ ജ്വല്ലറി തകരണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല, ബിസിനസ്സിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് നിൽക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അങ്ങനെ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പം, അതെന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയുന്നത്, നീ ആ നാഗേന്ദ്രനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം, അങ്ങനെ കണ്ടപ്പം നാഗേന്ദ്രൻ മോനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം എന്നോടൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പം ജലജ പറയുവാണ്, എങ്കിൽ അയാളോട് സംസാരിക്കാൻ പോകരുത്, ദുഷ്ടനാണ്, എങ്ങനെയെങ്കിലും അവനെ തകർക്കണം, അതാണ് മോൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ, മുത്തശ്ശൻ എങ്ങനെയെങ്കിലും അവൻ്റെ ജ്വല്ലറിക്ക് തീയിട്ട് അവനെ ഇവിടുന്ന് ഓടിക്കാനാണ് ശ്രമിക്കുന്നത്, അത് മോൻ മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ്റെ അഭിപ്രായം, അത് തന്നെ എനിക്ക് ഉണ്ടാകണം എന്നില്ലല്ലോ, ഏതായാലും അപ്പച്ചിയൊക്കെ ഭേദമായിരിക്കും ബാക്കിയുള്ളവർ, അപ്പച്ചി ഏത് സമയം എങ്ങനെ ചതിക്കുമെന്ന് അറിയാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം പോകുമ്പം ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ജലജ. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് റൂമിൽ. അന്നേരമാണ് ആദർശ് അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരം ആദർശ് ചോദിക്കും, എന്നാ നിനക്ക് ഭയങ്കര സന്തോഷം, എന്താ സംഭവം എന്ന് ചോദിക്കും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ പോയ കാര്യം എന്തായി എന്ന്. അന്നേരം ആ കാര്യം ഞാൻ രണ്ടാമത് പറയാം, നിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം പറ എന്ന് പറയും. അന്നേരം നയന പറയുവാണ്, നമ്മുടെ നന്ദുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ആ കല്യാണം എങ്ങനെയെങ്കിലും നമുക്ക് നടത്തിയെടുക്കണം എന്ന് പറയുക. അന്നേരം ആദർശ് ഇങ്ങനെ പറയുവാണ്, നീ അങ്ങനെ പറയണമെങ്കിൽ ചെറുക്കൻ അത്രത്തോളം നല്ല ഒരാളായിരിക്കുമല്ലോ, ആരാ ചെറുക്കൻ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, വേറെ ആരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന നവീൻ തന്നെയാണ് ആൾ എന്ന് പറയുമ്പോഴേക്കും, ആഹാ നവീനോ, അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്തിയെടുക്കണം എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും നവീൻ്റെ അമ്മയ്ക്ക് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറി തുടങ്ങി എന്നാണ് പറഞ്ഞത്, ഇനിയിപ്പം ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം, നന്ദു നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് എങ്കിൽ അവൾ ഈ പ്രപ്പോസലിനെ ഒരിക്കലും എതിർക്കുകയില്ല, അതങ്ങ് നടന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആദർശ് ചോദിക്കും കേട്ടോ, ഇനിയിപ്പോൾ അവൾക്ക് സമ്മതം അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അന്നേരം നയന പറയുവാണ്, അവൾക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും നമ്മളെല്ലാവരും കൂടി ഈ വിവാഹം അങ്ങ് നടത്തുമെന്ന്. ഒരാഴ്ച വേറെ ഒരുത്തിന് ഇഷ്ടമില്ലാത്ത കല്യാണ നിശ്ചയം നടത്തുമായിരുന്നു അവർ ഏതായാലും അത് ചീറ്റിപ്പോയി, ഇനിയിപ്പം നന്ദുവിൻ്റെ കല്യാണമാട്ടോ നടത്തണ്ടേ. അപ്പം ഇത്രയും പറഞ്ഞു കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട്, നവീൻ്റെ അമ്മയ്ക്കും ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം നയന പറയുവാണ്, ഏതായാലും നവീൻ്റെ അമ്മയ്ക്ക് ഒരു മരുമകളെ വേണമല്ലോ, ആ സ്ഥിതിക്ക് അവർ ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ നടത്തുന്നതാണ് നല്ലത്, എങ്കിലേ കാര്യങ്ങൾ നടത്തുള്ളൂ, ഇതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ വിവാഹം അങ്ങ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അന്നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നയന
ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ പോയ കാര്യം എന്തായി എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ കുറേ സത്യങ്ങൾ അറിഞ്ഞു. ഇവിടുത്തെ അപ്പച്ചി നടത്തിയ വലിയൊരു ചതിയുടെ കഥയാണ് ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ആ കഥ മൊത്തം പറയും. പറഞ്ഞു കഴിയുമ്പോഴേക്കും നയനയ്ക്കും ഭയങ്കര ദേഷ്യമാവുകയെ. ഈ സമയം അടുക്കളയിൽ ദേവയാനിയെ സഹായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ജലജ. ജലജ ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ഇപ്പം ഏട്ടത്തിക്ക് അടുക്കളയിൽ കയറാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന്. അന്നേരം ദേവയാനി പറയും, പിന്നെ ഞാനല്ലാതെ എൻ്റെ മരുമകൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന ആരാ എന്ന് ചോദിക്കുവാണ്. അന്നേരം അതേതായാലും നല്ല കാര്യമാണ് എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത്. നയനയ്ക്ക് ജലജയെ കാണുന്നതേ ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുവാണ്, അമ്മ എന്തിനാ ഇവരെ ഈ അടുക്കളയിൽ കയറ്റിയത്? ഇവരുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇവരുടെ മനസ്സ് ചീത്തയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിലെന്തെങ്കിലും കലക്കി തരുമോ എന്ന് പോലും പേടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും, ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെ അടുക്കളയിൽ കയറ്റണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ആദർശേട്ടനും അത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പം ജലജ ചോദിക്കും, ഇതെന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ മോളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പം, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയും, മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ജലജ നീ അടുക്കളയിൽ എന്നെ സഹായിക്കേണ്ട, നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ചെയ്തോളാം എന്ന്. അന്നേരം ജലജ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുന്നില്ല പോരെ എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി കഴിയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ പെട്ടെന്ന് അവളോട് ഇത്ര ദേഷ്യം തോന്നാൻ, എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അവരുടെ മനസ്സ് ശരിയല്ലമ്മേ, അവർ ചീത്തയാ. ഇനിയിപ്പോൾ അവരുടെ മകളുടെ വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങി നിൽക്കുമല്ലേ, അത് മുടക്കാനുള്ള കാരണം എൻ്റെ അനിയത്തിയാണെന്നും അവർ പറയുന്നുണ്ട്. മുടങ്ങാനുള്ള കാരണം എൻ്റെ അനിയത്തിയാണെന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. അതുകൊണ്ട് അവരെ അടുക്കളയിൽ കയറ്റണ്ട എന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ സഹായിച്ചു തരാം എന്നും കൂടെ പറയുക. അന്നേരം ദേവാനിയ പറയും, വേണ്ട, മോൾക്ക് വയ്യാതിരിക്കുമല്ലേ, മോൾ അവിടെ എങ്ങനെ പോയിരുന്നോ, ഞാൻ ചെയ്തോളാം എന്ന്. അന്നേരം എനിക്കൊരു കുഴപ്പമില്ല, അമ്മയെ സഹായിക്കണമെങ്കിൽ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് അവിടെ കസേരയിട്ടിരുന്ന് ടേബിളിലിരുന്ന് പച്ചക്കറിയൊക്കെ അരിയാൻ തുടങ്ങുവാണ് നയന. അന്നേരം ദേവേനി ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. നയന പെട്ടെന്ന് അങ്ങ് മാറിയല്ലോ ക്യാരക്ടർ, അതെന്താ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് ദേവയാനി. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു അനിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അനി വന്നു കഴിയുന്നത് നല്ല ദേഷ്യത്തിലാണ്. എടാ, നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരം അതെന്താണ് നീ ഇങ്ങനെ പറയുന്നത്? പിന്നെ നമ്മൾ തമ്മിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ, അതിനും മേലെ വളർന്ന ഒരു ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയും. അന്നേരം അതെന്താണ് നീ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ദേഷ്യത്തോടെ നന്ദു ചോദിക്കുവാണ്, നിനക്കറിയത്തില്ലായിരുന്നോ നവീനേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണ് എന്ന്? എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞോ? നിനക്ക് എന്നോടത് സൂചിപ്പിക്കാൻ മേലായിരുന്നു, നീ എന്താ പറയാതിരുന്നത്? ഇതിപ്പം ഇന്ന് രാവിലെ വന്ന നവീനേട്ടൻ ആ കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. ഇനി ഈ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്കറിയാലോ. ഇനിയിപ്പോൾ ആദർശേട്ടനോ നയനേച്ചിയോ ആരെങ്കിലും ഇതിനെ എതിർക്കുമോ? അവരെല്ലാവരും ഈ വിവാഹം നടത്താനല്ലേ ശ്രമിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി വിഷമത്തോടെ പറയുവാണ്, അവരൊക്കെ അങ്ങനെ പറഞ്ഞാലും നിനക്കറിയാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം, അതുകൊണ്ട് നീ ഈ വിവാഹാലോചനയെ എതിർക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുവാണ്, എനിക്കും ചില പരിമിതികളുണ്ടെന്ന്. അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ അനി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.